പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കറിയാം, നെറ്റിൽ കുരിശടയാളത്തിൽ ചാരം പൂശി നാം എല്ലാവരും ഒരു നോയമ്പ് കാലത്തിലേക്ക് കടക്കുന്നു. പാരമ്പര്യമായിട്ട് 50 നോയമ്പെന്ന് പറയും, പക്ഷെ തെറ്റാ, 40 ഉള്ളൂ. ഈശോയുടെ ആ 40 ദിവസത്തെ ആ പ്രാർത്ഥന, മരുഭൂമിയിലെ പ്രാർത്ഥന അനുസ്മരിച്ചുകൊണ്ടാണ് 40 ദിവസത്തെ നോയമ്പ് ആചരിക്കുന്നത്. ഈ നോയമ്പിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ ഉപദേശം എൻ്റെ മക്കൾക്ക് തരാനാണ് ഇപ്പോൾ ഞാൻ ഒരുമ്പെടുന്നത്. എൻ്റെ മനസ്സിൽ വരുന്നത്, നമുക്കറിയാം കാലം മോശമാണ്. പൗലോസ്ലീഹ എഫേസ്യക്കാർക്ക് ലേഖനം 5 അധ്യായത്തിൽ പറയുന്ന പോലെ അതുകൊണ്ട് ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കണം. പോഷന്മാരാകാതെ നന്മ എന്താണെന്നറിഞ്ഞ് വിശുദ്ധ ജീവിതം അറിഞ്ഞ് ജീവിക്കണം. കാലം മോശമാണ്. നമുക്കറിയാം, ലോകത്തിൽ വലിയ തിരിമറിവുകൾ നടക്കുന്നു. നമുക്കറിയാൻ സാധിക്കും, വലിയൊരു കാറ്റ് വീശുന്നുണ്ട് ലോകത്തിൽ ഇപ്പോൾ. അതിന്റെ കുലുക്കം എല്ലായിടത്തും ഉണ്ട്, എല്ലാ രാജ്യത്തും. അതെ, ആ കുലുക്കം പരിശുദ്ധാത്മാവിന്റെ ഒരു കുലുക്കമാണ്, പരിശുദ്ധാത്മാവിന്റെ കാറ്റാണ്, മറക്കരുത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ, വിസ്നാപ യോഹന്നാൻ പറഞ്ഞത്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അത് വീശുമുറം കൊണ്ട് വീശുകയാണിപ്പോൾ. അതിന്റെ ഒരു ആ വീശൽ എന്താ? പരിശുദ്ധാത്മാവിന്റെ കാറ്റാ. അവിടെ ഇങ്ങനെ വീശിയിട്ട് നല്ലതൊക്കെ എടുത്ത് വെക്കുകയാണ് കലവറയിലേക്ക്. മറ്റെല്ലാം അതെ വെറുതെ ദൂരക്കളയും, തീയിലിടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടം ഇതൊക്കെ ചിന്തിക്കണം. നിങ്ങൾ ഏറെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. ലോകം അവസാനിക്കാൻ പോകുന്നു, തീരാൻ പോകുന്നു, അടുത്ത കൊല്ലം തീരും, 5 കൊല്ലം കഴിയുമ്പോൾ തീരും, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രവചനങ്ങളുടെ കളിയാണ്. ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നു. അന്ത്യകാലം, അതിന്റെ പ്രവചനം, ഇതെല്ലാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ ഒക്കെ കേട്ടു, എല്ലാം ഒന്നും വിശ്വസിക്കുകയൊന്നും വേണ്ട. അതിൽ ഏറ്റവും പതിരെല്ലാം മാറ്റി നല്ല കാതലായ കാര്യങ്ങൾ, അതെ, ഈശോ എന്താണ് ഈ നോയമ്പ് കാലത്ത് പറയുന്നത്? എനിക്ക് തോന്നുന്ന മർക്കോസ് എഴുതിയ സുവിശേഷം 6:31-32 പറയുന്നത്, ഒരു വിജന സ്ഥലത്തേക്ക് വരൂ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്ത് മടുത്ത് വിശ്രമിച്ചു. അപ്പോൾ ഈശോ വിളിക്കുകയാണ് അപ്പോസ്തലന്മാരെ, ശിഷ്യരെ, വരൂ മക്കളെ, നമുക്ക് ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകാം. അതിന് ഈ വിജന സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. അല്പം ഏകാന്തത, ലോൺലിനെസ് ആവശ്യമാണ് നമുക്ക്. ഈശോ പലപ്പോഴും വിളിച്ചില്ലേ, അതെ, നിങ്ങൾക്ക് ഭാരമുണ്ടോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരൂ, വിശ്രമിക്കൂ എന്ന്. അപ്പൊ നമുക്ക് കർത്താവിനോടുകൂടി കൂടുതൽ സീരിയസ് ആയിട്ട്, ഗൌരവമായിട്ട് ചെലവഴിക്കുന്ന ദിവസങ്ങൾ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ നെറ്റിയിലെ ആ പൂശിയ ചാരം, അമ്മച്ചിമാരൊക്കെ ഓർക്കുന്നുള്ളൂ, പണ്ടൊക്കെ ചാരം ഇട്ടാലും തുണി അലക്കുന്നത്. ഹല്ലേലൂയ. കാരണം അന്ന് ഇന്നത്തെ പോലുള്ള ബ്ലീച്ചിങ് പൗഡറൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പം മെഷീൻ്റെ അകത്തോടൊക്കെ പൗഡറും കൂടി ഇട്ടാൽ മതി. ഇന്നത്തെ പിള്ളേർക്ക് അറിയത്തില്ല ചാരം കൊണ്ട് തുണി അലക്കുന്നത്. ചാരം ഒരു നല്ല ബ്ലീച്ചിങ് എലമെന്റ് ആയിരുന്നു, നല്ല ശുദ്ധീകരിക്കാൻ. ചാരത്തിൽ അത് പുഴുങ്ങിയും കൂടി ചെയ്ത് അലക്കുമ്പം നല്ല വെളുത്തല്ല വെണ്മയുള്ള വസ്ത്രങ്ങൾ കിട്ടുമായിരുന്നു. ഈ മെഷീനിലൊക്കെ ഇട്ട ഇന്നത്തെ കാലത്ത് അത്രയും വെണ്മയുള്ള ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അമ്മച്ചിയൊക്കെ ചാരം മുക്കി തുണി അലക്കുന്ന അന്ന് നിറ ഇപ്പോഴും ഓർക്കുന്നു. എന്റെ ചമാച്ചനായിരുന്നപ്പോൾ എന്റെ രോഹയൊക്കെ അങ്ങനെ അലക്കി കിട്ടുമ്പോൾ എന്നെ തുവ്യ വെള്ളയായിരുന്നു. അതുപോലെ അതെ, ഈ ചാരം, ഭസ്മം, അതെ, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും മനസ്സിന്റെ ഓരോ ചിന്തകളിലേക്കും കടന്നു വന്ന് ഒരു ശുദ്ധീകരണം നടത്തട്ടെ. അവിടെ ഞാൻ പറഞ്ഞത്, അല്പസമയം ശാന്തമായിട്ട് ചിന്തിച്ചാലേ ഏതെല്ലാം അശുദ്ധി ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ച് അത് ചാരം കൊണ്ട് കഴുകാൻ പറ്റൂ. എന്നിട്ട് അത് വെള്ളവസ്ത്രമാകാൻ ഓർക്കുക. മമ്മോദീസായിക്ക് ഒരു വെള്ളവസ്ത്രം തന്നത്, ആ വെള്ളവസ്ത്രം എന്ന് പറഞ്ഞത് വസ്ത്രമല്ല, അത് പോട്ടെ, ഹൃദയത്തിന്റെ വിശുദ്ധി, ലോകാവസാനം വരെ സംരക്ഷിക്കേണ്ട വിശുദ്ധി. അപ്പോൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ ചാരവും പൂശുന്നതാണ്. ഈ നോയമ്പുകാലം ഒരു വിശുദ്ധ ജീവിതത്തിന്റെ കാലമാണ്, അതിന് പ്രവേശനമാണ്. അത് ഓർക്കുക. പിന്നെ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു സത്യം നമുക്കറിയാം. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് പിന്തിരിയും. ഇന്നാണോ നാളെയാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കൊരു നിത്യതയുണ്ട്.
അപ്പൊ ആ നിത്യതയെ നോക്കി പാർത്തിരിക്കുന്ന ഒരവസരമായിരിക്കണം. അതുകൊണ്ട് ഞാൻ നിർദ്ദേശിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ദിവസങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഉപവസിക്കുന്നുണ്ടായിരിക്കും. ഇറച്ചിയോ മാംസവും മീനൊന്നും ഇല്ലായിരിക്കാം. ഒക്കെ നല്ല കാര്യം. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആചാരങ്ങളും പാരമ്പര്യമൊക്കെ പാലിച്ചു. അതിൽ കൂടുതലായിട്ട് ആഴത്തിലേക്ക് വലയിറക്കുക. നമ്മൾ ലൂക്ക 5-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ പിടിച്ച് ഒന്നും കിട്ടിയില്ല. ഈശോ പറഞ്ഞു ആഴത്തിലേക്ക് ഇറക്കി വല പൊട്ടുവോളം മീൻ കിട്ടി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആഴത്തിലേക്കൊന്ന് പോകാം. ഹൃദയം ഒന്ന് ഉയർത്താം ദൈവത്തെങ്കിലേക്ക്. വിശുദ്ധ കുർബാന സമയത്ത് വൈദികം പറയുന്ന പോലെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. അപ്പോൾ നമുക്ക് കർത്താവിന്റെ നമ്മുടെ കാര്യങ്ങൾ, അതായത് സഭയെപ്പറ്റി അല്ലെങ്കിൽ നമ്മുടെ 7 കൂടാശകളെപ്പറ്റി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി കൂടുതൽ ആഴമായ ബോധ്യം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങണം. നമുക്ക് പുറമേയുള്ള 5 പഞ്ചേന്ദ്രിയങ്ങൾ പോലെ നമുക്ക് അകത്തുമുണ്ട് 5 പഞ്ചേന്ദ്രിയങ്ങൾ. നമുക്ക് ഈശോയെ കാണാം, കേൾക്കാം, തൊടാം, മണക്കാം, അനുഭവിക്കാം. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ അല്പം സൈലന്റായിട്ട് ലോകവുമായുള്ള ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞ് ഒരു സ്വല്പം നേരം കണ്ടുപിടിക്കുക. കൂടുതൽ സമയം വ്യക്തിപരമായ ഒരു പ്രാർത്ഥന, വ്യക്തിപരമായ ഈശോയുമായി ഒരു സുഹൃത്ത് ബന്ധത്തിലാകാൻ ശ്രമിക്കൂ. ഈ നോയമ്പ് കാലത്ത് എന്റെ അപേക്ഷയാണ്. എനിക്ക് അതിനുവേണ്ടി തെരഞ്ഞെടുക്കുക കുറെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിൽ കൊണ്ടിരിക്കുക. അതിൽ ഒന്നാമത്തെ എനിക്ക് പറയാൻ സാധിക്കും നല്ലതാണ് ഗെത്സമനിൽ എപ്രകാരം കർത്താവ് രക്തം വിയർത്തി പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് പറഞ്ഞില്ലേ, മർക്കോസ് എഴുതിയ സുവിശേഷം 15:34 വായിക്കുന്ന പോലെ, എന്റെ ദൈവമേ കർത്താവേ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? നമ്മൾ പലർക്കും ആ ചിന്ത ഉണ്ടായിരിക്കും, എല്ലാവരും ഉപേക്ഷിച്ചു, ആർക്കും എന്നെ വേണ്ട. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒത്തിരി പലർക്കുണ്ട്, എനിക്കുണ്ട്. പലപ്പോഴും ഓർക്കും എന്റെ സഭയിലുള്ളവർക്ക് ഒരു സ്നേഹവും ഇല്ല, അവരെന്നെ ഉപേക്ഷിച്ചു. എന്റെ ധ്യാനമൊക്കെ കൂടി ഇവര് നല്ലവയൊക്കെ അനുഭവിച്ച് എന്നെ ഉപേക്ഷിച്ചു. ചിന്ത എല്ലാവർക്കും ഉള്ള ഹല്ലേലൂയ. അപ്പൊ നമുക്കെല്ലാം ഉള്ള ആ ഉപേക്ഷിച്ച ആ മനോഭാവം എല്ലാം കൊണ്ട് അതാ ഈശോ ഏറ്റെടുത്ത് ഓർക്കണം കേട്ടോ മക്കളെ. അതെ, അതുകൊണ്ട് നല്ലതായിരിക്കും ആ ഗെത്സമനി ഒന്ന് ധ്യാനിക്കുന്നത്. ഇല്ലെങ്കിൽ ഏറ്റവും നല്ലതാണ് കുരിശിലേക്ക് വരിക, കുരിശിനടിയിലേക്ക്. അത് നിങ്ങളെ ഒത്തിരി സഹായിക്കും ഒരു കുരിശുയോഗം കയ്യിലുണ്ടെങ്കിൽ. എന്നിട്ട് ആ ഗെത്സമനി മനസ്സിൽ ഒന്ന് ആ ഗാഗുൽത്ത മനസ്സിലൊന്ന് ധ്യാനിക്കൂ. ആ മാതാവ് നിൽക്കുന്നതും ആ യോഹന്നാൻ നിൽക്കുന്നതും ആ ഹൃദയം പൊട്ടി ഒഴുകുന്നതും ശരീരത്തിൽ 5000-ൽ പരം മുറിവ്, ചോരയും നീരും ഒഴുകുന്നത് ഒന്ന് മനസ്സിൽ ധ്യാനിക്കുന്നത് നല്ലതാണ്. അവിടെ വെച്ച് ഈശോയുടെ ആ വാക്കുകളും ധ്യാനിക്കുന്നത് നല്ലതായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു, ഇങ്ങനത്തുള്ള അതൊക്കെ ധ്യാനിച്ച് ഒരു സമയം ചെലവഴിക്കുക. ഇനി വേറെ മൂന്നാമത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് അത് താബോർ ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ഈ ദിവസങ്ങളിൽ എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ എപ്രകാരം 9-ാം അധ്യായത്തിൽ താബോർ എപ്രകാരം യേശു രൂപാന്തരപ്പെട്ടു എന്ന് ഞാനൊന്ന് വായിക്കുകയാണ്. നിങ്ങളുടെ മനസ്സുകൾ താബോറിലേക്ക് കൊണ്ടുവരട്ടെ. മനസ്സുകൊണ്ട് കാണും ആ 3 പ്രത്യേക ശിഷ്യന്മാര്, പത്രോസ്, യോഹന്നാന്, ജെയിംസ്, 3 പേരും കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് രൂപാന്തരപ്പെടുന്നു. അവിടെ ഏലിയായും മൂശയും വരുന്നു. ആ താബോർ മലയിലെ ഒന്ന് ധ്യാനിച്ചേ. 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, ജാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയായി. ഏലിയായും മൂശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മൂശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. എന്താണ് പറയേണ്ടതെന്ന് തന്നെ അവന് അറിഞ്ഞുകൂടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, എന്നാൽ യേശുവോട് നിർത്തിയില്ല, അവരെ താഴേക്ക് വിട്ടു. ഹല്ലേലൂയ. ഈ ലോകത്തിലാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു താബോർ അനുഭവം നമുക്കുണ്ടാവണം. അത് നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. കാരണം അപ്പസ്തലന്മാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഈശോ ദൈവമാണോ? ഈശോ ഭൂലോകത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവനാണോ? ഇവിടുത്തെ മാത്രമാണ് മനുഷ്യൻ മാത്രമാണോ? അപ്പൊ അവർക്കൊരു ബോധ്യം കിട്ടാനുള്ള അവസരമായിരുന്നു. അതുപോലെ നമുക്ക് ഈ സഭയിലൊക്കെ ഒത്തിരി സംശയം കാണും. പ്രത്യേകിച്ച് നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ ഈ സഭയിലെ ബഹളമെല്ലാം കാണും. ഈ സഭ എന്ന് പറയുമ്പോൾ മെത്രാനാണ്, അച്ഛനാണ്, അല്ലെ ഈ കാണുന്ന കുർബാന പ്രശ്നമാണ്, ഇതൊക്കെ ആ സഭയിൽ നിന്ന് ഓർക്കും. അതുകൊണ്ട് ഈ അവസരത്തിൽ പ്രത്യേകിച്ചൊരു ആവശ്യമാണ് മക്കളെ, എന്താണ് യേശു,
ആരാണ് ദൈവം, എന്താണ് സഭ, എന്താണ് കൂടാശ, ഇതിനെ പരിശുദ്ധാത്മാവിലൂടെ ഒന്ന് കാണാനായിട്ട് അതിന് വരിക. ഇവിടെ നമുക്ക് അത് ധ്യാനിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും വലിയ കാര്യം. മക്കളെ, ഉദാഹരണമായിട്ട് ആരായിരുന്നു ആ ഏലിയ പ്രവാചകൻ? ശക്തനായിരുന്നു. കർത്താവിന്റെ വചനം ശക്തമായി പ്രസംഗിച്ചു. നീതിക്ക് വേണ്ടി നിലനിന്നവനാണ്. നമുക്ക് നാബോത്തിന്റെ മുന്തിരിത്തോപ്പ് രാജാവ് കൈവശമാക്കാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞത് എന്റെ അപ്പന്റെ സ്ഥലമാണ്, വല്യപ്പന്മാരുടെയാണ്, പൂർവ്വയിൽ ഞാൻ കൈപ്പറ്റിയതാണത്, തരികയില്ലാന്ന്. കൊച്ചു തുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാജാവ് അവിടെയാണ് ഒരു മുന്തിരിത്തോപ്പ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഭാര്യ ചെവിയിൽ മന്ത്രിച്ചു, എങ്ങനെയാണ് ഇവനെ കൊന്നിട്ട് അത് മേടിക്കാൻ. അതിനുള്ള വിധിയൊക്കെ ഭാര്യ അത് പറഞ്ഞു കൊടുത്തു. പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധിയും പറഞ്ഞു കൊടുക്കും, ചീത്ത ബുദ്ധിയും പറഞ്ഞു കൊടുക്കും ഭർത്താക്കന്മാർക്ക്. ഹല്ലേലൂയ. പെണ്ണുങ്ങളാരും പണങ്ങരുത് കേട്ടോ, നിങ്ങളോട് എനിക്ക് സ്നേഹമുള്ളൂ. എന്നാലും സത്യം പറയുകയാണ്. ഈശോബര് പറഞ്ഞു ചെവിയിൽ. അങ്ങനെ അവനെ കൊല്ലിച്ചു. എന്നിട്ട് അവിടെയാണ് പ്രവാചകൻ ഏലിയ കടന്നു വരുന്നത്. അവരോട് പറഞ്ഞു, അവനെ കൊന്ന് നായ്ക്കൾ അവന്റെ രക്തം നക്കിയ സ്ഥലത്ത് തന്നെ നിങ്ങളും കൊല്ലപ്പെടും, നിങ്ങളുടെ രക്തവും നായ്ക്കൾ നക്കുമെന്ന് ആവശ്യം വരാതിരിക്കുവോ. ഈ സംഭവിച്ച പ്രവചനമാണ്. പ്രിയമുള്ളവരെ, അത് കാരണം ഇവനെ കൊല്ലാനായിട്ട് രാജാവും രാജ്ഞിയും നോക്കിയിരിക്കുക. ആഹാബ് രാജാവും ഈശബലും പട്ടാളക്കാരും എപ്പോഴും. അതുകൊണ്ട് പത്തും പതുങ്ങിയാണ്. നമുക്ക് ഓരോ പ്രവാചകന്മാരും വിട്ടുവീഴ്ചയില്ലാത്ത വചനമാണ് പറഞ്ഞത്. ആളുകളെ പ്രസാദിപ്പിക്കാൻ പ്രസംഗിക്കുകയായിരുന്നു ഇന്നത്തെ പോലെ. ഇന്ന് ആളുകൾ വല്ലതെന്നാ ചിന്തിക്കും, കമ്മ്യൂണിസ്റ്റുകാരെന്നാ ചിന്തിക്കും, മുസ്ലിങ്ങളെന്നാ വിചാരിക്കും, ദൈവമേ അധികാരികളെ BJP-ക്കാരെന്നാ വിചാരിക്കൊണ്ട് ഒത്തിരി വളച്ചൊടിച്ചും അവരെയൊക്കെ പ്രസാദിപ്പിക്കാതെ സംസാരിക്കും. എന്നാ പ്രിയമുള്ള, ഇവിടെയാണ് നമ്മൾ പ്രവാചകന്മാർ ഓരോരുത്തരെയും കാണേണ്ടത്. വളച്ചൊടിക്കാതെ അതായത് ഇരുതല തലയും മൂർച്ചയുള്ള വാള് പോലുള്ള വചനം പറഞ്ഞതുകൊണ്ട് ഏറെ മാനസാന്തരങ്ങൾ ഉണ്ടായത്. അവരൊരു വിട്ടുവീഴ്ച അതിനെ ചെയ്തിട്ടില്ലായിരുന്നു. നോ കോംപ്രമൈസ്. അത് അവരുടെ മനോഭാവമായിരുന്നു. അത് കാരണം വിജയപ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ആ പ്രവാചകൻ ഓർത്ത്, ദൈവമേ എല്ലാവരുടെയും വിശ്വാസം പോയി, എന്തോ ഒരു കാലഘട്ടമാണിത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാണുന്നു ബാൽ എന്ന ദൈവം എന്ന് പറഞ്ഞാൽ പിശാച്. ബാലെന്ന് പറഞ്ഞാൽ പിശാചാട്ടാ. ലോകം മുഴുവനും ഉരുണ്ടുകൂടുക. അപ്പോൾ അവനെ ആരാധിക്കുന്നു, അതിന്റെ വലിയ വലിയ ബിംബങ്ങൾ ഉണ്ടാക്കുന്നു, ആരാധിക്കുന്നു. ഒരിക്കൽ യഥാർത്ഥ കർത്താവിന്റെ ദാസരെ, കർത്താവിന്റെ പ്രവാചകരെ കൊന്നൊടുക്കി. ഒടുവിൽ ഏലിയ മാത്രം അവശേഷിക്കപ്പെട്ടു. അതിന് വലിയൊരു കാരണം നമുക്കറിയാം. കാർമൽ മലയിൽ വെച്ച് വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു, വെല്ലുവിളി. നിങ്ങളുടെ 450 പ്രവാചകന്മാരെയും കൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പക്കൽ, നിങ്ങളുടെ ദൈവമാവന ബാലിന്റെ പക്കൽ നിന്ന് തീ ഇറക്കുകയാണെങ്കിൽ നിന്റെ ബാലിനെ ഞാൻ സ്വീകരിക്കാം, തല വീണിക്കാം. ഇല്ല, ഞാൻ എന്റെ യഹോവ ദൈവത്തെ വിളിക്കുന്നുവെങ്കിൽ അവൻ തീ ഇറക്കിയാൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കണം. എന്തൊരു ചലഞ്ചാ! ആർക്ക് പറ്റൂത്? അത് മാത്രമേ ഉള്ളൂ ഓർക്കണം. നമുക്ക് കാണാൻ സാധിക്കും. 450 പേരും കൂടി ഒരു തടിയെല്ലാം ഉണ്ടാക്കിയിട്ട് പശുവിനെ കൊന്ന് ആടിനെ കൊന്ന് അവിടെ ഇട്ടു. എന്നിട്ട് വിളിച്ചത് ബാൽ ബാൽ ബാ വരൂ വരൂ വരൂ. ഇന്നും അങ്ങനെ എത്ര പിശാചിന്റെ ആരാധന നടത്തുന്നവരുണ്ടപ്പാ. ദൈവമാണ് സങ്കല്പിച്ചുകൊണ്ട് എന്തെല്ലാം കല്ലും മണ്ണും എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും മുത്തുന്നവരും ഒക്കെ ഉണ്ട് കിട്ടാ. അത് തന്നെയായിരുന്നു ഇവർ വിളിച്ചു. ഒന്നും നടന്നില്ല, തീയൊന്നും ഇറങ്ങി വന്നില്ല. ഒറ്റയ്ക്ക് ഏലിയ ഒരൽത്താരയുണ്ടാക്കി തടി വെച്ച്. എന്നിട്ട് പശുവിനെ കൊന്ന് വെച്ചിട്ട് 3 തവണ വെള്ളം ഒഴിച്ചു. എന്നിട്ട് വിളിച്ചു, യഹോവയെ വരണമേ, ഈശോയെ വരണേന്ന്. ഞാനത് പറയാൻ കാരണം ആ യഹോവ തന്നെയാണ് ഇന്നത്തെ ഈശോ കേട്ടോ. ഈശോ തന്നെ യഹോവ. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവ സാക്ഷികൾ പറയുന്നതിന്റെ പിന്നാലെ പോരുത് കേട്ടോ. നമുക്കറിയാം ഏകദൈവമായ കർത്താവാണ് മനുഷ്യനായി പറഞ്ഞതാണ് യേശു. അപ്പോൾ ആ യേശുവിനെ വിളിച്ചു, കർത്താവേ വരണമേ, കർത്താവ് വരണമേ. പെട്ടെന്ന് തീ ഇറങ്ങി വന്നു. ആ അൽത്താരം മുഴുവൻ കത്തിച്ച് ആ പശുവിനെയും ദഹിപ്പിച്ചു. നമുക്കറിയാം അവിടെ സംഭവിച്ചു എന്താന്ന്. കണ്ട ആളുകളെല്ലാവരും പോയി അവരുടെ പ്രവാചകന്മാരെ, ബാലിന്റെ പ്രവാചകന്മാരെ വധിച്ചു. ഏറെ പേര് യേശുവിൽ അഥവാ യഹോവയിൽ വിശ്വസിച്ചു. അപ്പൊ ഈ സംഭവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ഇളകി, രാജാവ് ഇളകി, ഇവനെ വകവരുത്താൻ. അങ്ങനെ ഈ സഹനങ്ങളെല്ലാം കൂടി വന്നപ്പോൾ 1 രാജാക്കന്മാരെ 19 നമ്മൾ വായിക്കുകയാണ്. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലേക്ക് ഒരു ദിവസത്തെ വഴി നടന്ന് വാടാമുൾച്ചെടിയുടെ തടലിൽ ഇരുന്നു. 19 വചനം 4.
അവൻ മരണത്തിനായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. നമുക്കറിയാം, അവിടെ വെച്ചാണ് അപ്പവും വെള്ളമൊക്കെ കാക്ക കൊണ്ട് കൊടുക്കുന്നതൊക്കെ. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോവല്ല. പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്ന എന്താണ്? യേശുവിന് വേണ്ടി ജീവിച്ചാൽ, യേശുവിന് വിശ്വാസം നിലനിന്നാൽ കണിശം ഒറ്റപ്പെടുത്തലുണ്ടാകും, മാറ്റി നിർത്തപ്പെടലുണ്ടാകും, സഹനങ്ങളുണ്ടാകും. അവിടെ എല്ലാം കാണാൻ സാധിക്കും. കർത്താവ് അവരെ കാത്തുകൊള്ളും. എന്റെ ജീവിതവും കൂടിയാണ് ഞാൻ മനസ്സിൽ കാണുന്ന, പ്രിയമുള്ളവരെ. അതുകൊണ്ട് എനിക്ക് തന്മയത്വമായിട്ട് അത് പറയാൻ സാധിക്കും. ഞാനത് പറയും കൂടിയാണ്. എന്നിട്ട് നമ്മൾ കാണുന്ന എന്താണ്? അവൻ ആഗ്രഹിച്ചു മരിച്ചാലോ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവമേ എന്തൊരു സഹനം. മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല, കർത്താവ് മരിച്ചാൽ നന്നായിരുന്നു എന്ന് ഓർത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ജനമായ പ്രയാജകം പറയുന്ന പോലെ പ്രസംഗിക്കേണ്ടെന്ന് ചെന്ന നിമിഷങ്ങളിലൊക്കെ അതെന്റെ ഹൃദയത്തിൽ ദൈവം പ്രസംഗിക്കാതിരിക്കുന്ന എങ്ങനെയാണ്? എന്തോ ഒരു തീ കത്തുക. അതായത് പ്രസംഗിച്ചേ മതിയാവും, പ്രസംഗിക്കുമ്പോഴേ എനിക്ക് അടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു തീ കത്തലുണ്ടായിരുന്നു. ഇതുതന്നെയായിരുന്നു ഏലിയാ പ്രവാചകന്റെ ഉള്ളിലും. തീ കത്തുകയായിരുന്നു. പ്രസംഗിക്കണം, ഈശോയെ പറയണം, സത്യം പറയണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. ഇതെല്ലാം ഉണ്ടായിരുന്നു. ജെറമ്യാ പറഞ്ഞ അങ്ങനെയല്ലേ, ഞാൻ എപ്പോഴെല്ലാം അങ്ങനെ നാമം പറയേണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, അപ്പോഴെല്ലാം എന്റെ എല്ലുകൾക്കിടയിൽ തീ കത്തുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുപോലൊരു മനുഷ്യനായിരുന്നു ഏലിയ. ഇനിയും അത് കഴിഞ്ഞിട്ട് സംഭവം നിങ്ങൾ കേൾക്കണം. ഒരു ഗുഹയിൽ അവൻ വസിച്ചു. വചനം 9. അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ കേട്ടു. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഓ, എത്ര മനോഹരമായ വാക്കാണ്! ദൈവസ്നേഹത്തെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തു. അങ്ങയുടെ പ്രവാചകന്മാരെ വാൾ നിരയാക്കി. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എന്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. നീ ചെന്ന് മലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക, അവിടുന്ന് അരുൾ ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുമ്പിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ടുള്ള കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിനു ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അപ്പോൾ ഏലിയ ഒരു മൃദുല സ്വരം ശാന്തതയിൽ കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു. പുറത്തേക്ക് വന്ന ഗുഹാമുഖമായി നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു. ഏലിയ പ്രതിവചിച്ചു. കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഓ, ഇതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. ഇതായിരിക്കണം തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ജീവിതം. ദൈവത്തോടുള്ള അടുപ്പത്താൽ, ദൈവത്തോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നത്. ഇനിയും അതിനുശേഷം നമുക്ക് കാണുകയാണ്, വീണ്ടും ഹൃദയം തുറന്ന് പറയുകയാണ്, എല്ലാവരെയും വധിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇസ്രായേൽ നശിക്കുന്നു, മുടിയാൻ പോകുന്നുവെന്ന്. ഇനിയും അവിടെ നിന്ന് കർത്താവ് കൊടുക്കുന്ന വചനം, എന്നാൽ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും. ഇത് വലിയ കാര്യമാണ്. ഇവിടെ ഞാനൊരു വാക്യം പറയുകയാണ്. നമ്മൾക്ക് നോക്കുകയാണല്ലോ, ഏലിയ അടക്കിക്കഴിഞ്ഞവന്റെ ശവകുടീരത്തിൽ ആര് പോയതായിട്ടൊന്നും കേട്ടധികം. അവൻ ജീവിച്ചു ദൈവത്തോടുകൂടി. ഈ താബോർ എക്സ്പീരിയൻസ് അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ആരും മരിക്കുന്നില്ല എന്നാണ്. സ്വർഗത്തിൽ തുടർച്ചയായി ജീവിക്കുന്നു. ആ 2 മഹാന്മാരാണ് അവിടെ യേശുവിന്റെ അടുത്ത് വന്നത്. ഈശോയുടെ മുഖമെല്ലാം അങ്ങ് മാറി, വെളുത്തു, നല്ല ശുഭവസ്ത്രധാരിയായി. ഒരു അലക്കുകാരനും അലക്കിയാൽ വെളുപ്പിക്കാൻ വരാത്ത, ഏത് കാരമോ ചാരമോ ഇട്ടാലും വെളുപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വെളുപ്പുള്ള വസ്ത്രം അവിടെ നിൽക്കുക. അതെന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ഈ 3 പേരും കാണുന്നത്, യോഹന്നാനും പത്രോസും ജാക്കോബും. അപ്പോൾ 2 പേര് നിൽക്കുന്നു. പ്രിയ മക്കളെ, ഇത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ ലോകം കഴിഞ്ഞു പോകും. ഈ കടബാധ്യതകള്, ഈ രോഗങ്ങള്, ഇപ്പോൾ ആശാപാശങ്ങളെല്ലാം പോകും മക്കളെ. ഇത് വലിയ യാഥാർത്ഥ്യമാണ്. ഇത് ഈ 3 ശിഷ്യന്മാർ സ്വപ്നം കണ്ടതല്ല, അവർക്ക് മോഹാഴ്ചപ്പെട്ട് കണ്ടതല്ല, സ്ക്രൂ പോയതല്ല.
സത്യം ഉണ്ടായതായി. സത്യമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. കണ്ടു സത്യമായിട്ട്. അതെ, നമുക്ക് ആന്തരിക കണ്ണ് തുറന്നാൽ കാണാം ദൈവിക രഹസ്യങ്ങൾ. ഈശോയെ കാണാം, മലഹമാരെ കാണാം, അപ്പസ്തലന്മാരെ കാണാം, പുണ്യന്മാരെ കാണാം, മരിച്ചുപോയ പൂർവികരെയും കാണാം. കേൾക്കാം. പ്രിയമുള്ള, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹൃദയം തുറക്കുന്ന അവസരമായിരിക്കട്ടെ. നമുക്കൊരു താപോർ അനുഭവം ഉണ്ടാവട്ടെ ഈ നോയമ്പ് കാലത്ത്. ഈ വലിയ മനുഷ്യൻ അപ്രകാരം വിശ്വാസിയിൽ പിടിച്ചു നിന്നു, ആളുകളെ പിടിച്ചു നിർത്തിച്ചു. അവൻ ദൈവത്തോടുകൂടി വസിക്കുന്നു, യേശുവിനോട് വസിക്കുന്നു. അതുകൊണ്ടാണ് അന്ന് യഹോവയായിരുന്നു ആ ദൈവം യേശു. ആ യഹോവയുടെ അടുക്കാണ് നിൽക്കുന്നത്. അതുപോലെ നമുക്കറിയാം മൂശ ഏറ്റവും മനുഷ്യനായിരുന്നു. പാവം നീതിക്ക് വേണ്ടി നിലകൊണ്ടു. നമുക്കറിയാം ഫറവോന്റെ കൊട്ടാരത്തിൽ മകനെപ്പോലെ വളർന്നു. അവിടെ വെച്ചാ കണ്ടത് സ്വന്തം ജനത്തെ ചവിട്ടിക്കൊല്ലുന്നത് സഹിക്കാൻ പറ്റിയില്ല. ഈ അനീതി അവനെ ഇവനും ചവിട്ടിക്കൊന്ന മണലിൽ കുഴിച്ചിട്ടു. ആ കൊലപാതകം മനുഷ്യരുടെ അറിഞ്ഞു, നിക്കപ്പുറത്തിയിലാ വന്നു പോയി. നമുക്കറിയാം മീഡിയാൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. എല്ലാവരും വെറുക്കപ്പെട്ടു. രാജാവ് പറഞ്ഞാൽ അവനെ കൊന്നേനെ. അവിടെ പോയി ഒറ്റയ്ക്കാകുന്നു. അവിടെ മുൾപടർപ്പുകളിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാം അത് കത്തുന്നുണ്ടായിരുന്നു. കത്തുന്ന തീയിലാണ് കർത്താവിനെ കാണുന്നതും അവനെ അയക്കുന്നതും. ഇനി അതിനു ശേഷമുള്ള മൂശയുടെ ജീവിതം 10 കൽപ്പന കൊടുക്കുന്നു, ജനത്തെ തെരഞ്ഞെടുക്കുന്നു. ഞാനതിലേക്ക് പോവുകയല്ല. ആ 33-ാം അധ്യായം നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം. കർത്താവിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു അവൻ. ആരും ഇതുപോലെ സ്നേഹിതനായിരുന്നില്ല എന്നും ബൈബിൾ പറയുന്നുണ്ട്. അവൻ കർത്താവിനെ മുഖാഭിമുഖമായി കണ്ടിരുന്നു. ഹല്ലേലൂയ. അക്കാലത്ത് പറയുവാനും ദൈവത്തെ മുഖാമുഖമായി കണ്ടപ്പിന് ആരും ജീവിച്ചിരിക്കുകയെന്ന്. ഹല്ലേലൂയ. എന്നാൽ അവൻ മുഖാമുഖമായി കണ്ടു, സംസാരിച്ചിരുന്നു. അതാണ് മൂശയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ബൈബിൾ വാക്യം. മുഖത്തോട് മുഖം കണ്ടവൻ ആയിരുന്നു അവൻ. അവിടെ നമുക്കറിയാം അവനെ കർത്താവ് സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഞാൻ പറയാൻ കാരണം പ്രിയമുള്ളവരെ, നമ്മൾ യേശുവുമായിട്ട് അടുത്ത ആ ബന്ധം സ്ഥാപിച്ചേ മതിയാവും. അതിവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. അപ്പം മരണത്തെപ്പറ്റി പേടിക്കേണ്ട കാരണമില്ല. മരണമില്ല നമുക്ക്. അതാണ് മൂശ മരിച്ചില്ല, ഏലിയ മരിച്ചില്ല. ആ സത്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ആരോട്? പത്രോസിനോടും. പത്രോസ് ആരാ? പേടിച്ചുപോയി. കർത്താവ് സഹനത്തെപ്പറ്റി പറഞ്ഞ എന്താണ്? കർത്താവ് ഇത് അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ പറഞ്ഞത് സാത്താനെ പോകൂന്നാ പറഞ്ഞേ. അവനെ ചെകുത്താൻ വരെ വിളിച്ചു ഈശോ. അത്രയ്ക്ക് അരിശപ്പെട്ടു. കാരണം സഹനം ജീവിതത്തിലുണ്ട്. തിരസ്കരിക്കപ്പെടും, ഉപേക്ഷിക്കപ്പെടും. നമ്മൾ ബന്ധുക്കളെന്ന് കഴിയുന്നവർ, സ്നേഹിതരെന്ന് കഴിയുന്നവർ നമ്മളെ മാറ്റി നിർത്തും. ഈ അനുഭവമെല്ലാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിൽ എപ്പോഴും ഒരു കുരിശ് രൂപം ഉണ്ടായിരിക്കണം. ആ രൂപത്തെ അല്ല വന്ദിക്കുന്നതും മുത്തുന്നതും. ആ കുരിശിന്റെ പിന്നിലുള്ള ദൈവപുത്രനായ യേശുവിനെ, എന്റെ പാപങ്ങൾ ഏറ്റെടുത്തവനെ, എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തവനെ, എനിക്കായി ചങ്ക് പൊട്ടിച്ചവനെ, എനിക്കായി ചോരയും നീരുമൊഴുക്കിയവനെ, എനിക്കായി സ്വർഗം തുറന്നവനെയാണ് ഞാൻ ഈ ക്രൂശിതനെ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണ്? എന്റെ എല്ലാ പാപങ്ങൾ ഏറ്റെടുത്ത പാപമായി തീർന്നവൻ. ദൈവമേ, പാപം ചെയ്യാത്തവൻ എന്റെ പാപങ്ങൾ ഏറ്റെടുത്തു. എന്തൊരു സ്നേഹം കർത്താവേ. അതുപോലെ തന്നെ നോക്കുമ്പോൾ കാണുന്ന എന്താണ്? എനിക്കുള്ള എല്ലാ സഹനങ്ങളും അവന്റെ ജീവിതത്തിലും ഉണ്ടായി. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ മുതൽ ഇതെല്ലാം ഏറ്റെടുത്തു. അവിടെയാണ് എന്റെ ആശ്രയം, അവിടെയാണ് എന്റെ ആശ്വാസം, അവിടെയാണ് എന്റെ സൗഖ്യം, അവിടെയാണ് എന്റെ പുരുജീവിതം. ഇതെല്ലാം മക്കളെ ധ്യാനങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ നോയമ്പ് കാലത്ത്, ഈ 40 ദിവസങ്ങളിൽ, അതിനിടയ്ക്ക് ഓരോ ഞായറാഴ്ചകൾ കാണും, നോയമ്പില്ലാത്ത ദിവസങ്ങൾ, അന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുന്നങ്ങൾ. ആ ഉയർത്തെഴുന്ന കർത്താവിനോടുള്ള ഐക്യം അനുഭവിക്കണം മക്കളെ. അപ്പോൾ ഞാൻ പറയാൻ കാരണം, നിത്യതയെപ്പറ്റി കൂടുതൽ നോക്കുക. സഭ എന്താണെന്ന് മനസ്സിലാക്കുക. സഭ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കോമ്പറാജ്യം ഒന്നും അല്ല. അതിലും ആഴമായ ഒന്നാണ്. യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 1 കൊരിന്ത്യർ അധ്യായം 12 വചനം 27. നാം ഓരോരുത്തരും അവന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അവനാണ് ആ ശരീരമാകുന്ന സഭയുടെ ശിരസ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 1:18. അപ്പോൾ ആ സഭ, അതാണ് സഭ. ഞാൻ മമ്മോദിസ സ്വീകരിച്ചപ്പോൾ അവന്റെ ശരീരത്തോടുകൂടി ഒന്നായിത്തീർന്നു. അതാണ് സഭ, അവന്റെ ശരീരം. ആ ശരീരത്തിലെ അംഗമാണ്.
അവിടെ റീത്തിന്റെ വ്യത്യാസമില്ല, കുർബാന ചെല്ലുന്നതിന്റെ വ്യത്യാസമില്ല, തീയിടുന്നതിന്റെയോ തീ കത്തിക്കുന്നതിന്റെയോ ധൂപക്കുറ്റിയുടെ ഒന്നും പ്രശ്നമില്ല. ഹല്ലേലൂയ. ആ വിരിയെല്ലാം പോയി, ധൂപക്കുറ്റിയെല്ലാം പോയി. ആ യേശുവിനോട് ഐക്യപ്പെട്ട ജീവിതം. ഇതിനാണ് നമ്മൾ മാമോദീസ സ്വീകരിച്ച് അവരോടുകൂടി ഐക്യപ്പെടുവാൻ. റോമാക്കാർക്ക് ലേഖനം 6-3 അവിടുത്തോടുകൂടി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യാനാണ് നമ്മൾ മാമോദീസ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത്. അങ്ങനെ യേശുവോടുകൂടി ആയിരിക്കുമ്പോൾ നമുക്ക് മരണമില്ല, ജീവിതമേ ഉള്ളൂ. അവിടെ നമുക്ക് നരകവും ഇല്ല. ആകയാൽ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവന് നിത്യശിക്ഷയില്ല, അവന് രക്ഷയേ ഉള്ളൂ. റോമ 8:1. ഇതൊക്കെ ധ്യാനിക്കുന്ന ദിവസങ്ങളായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ ജീവിതം എന്താണെന്ന് അവലോകനം ചെയ്യൂ. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും എന്റെ ഏതെല്ലാം പാവമാണ് ആ ശരീരത്തിൽ ഏറ്റെടുത്ത് ഈശോ. ഞാൻ തെറി പറയുന്നത് എന്റെ നാക്കായിരിക്കും എടുത്തത്. ഒരു വിഷയം ചീത്തയെല്ലാം ചിന്തിച്ച് നനച്ച് പ്ലാൻ ചെയ്യുന്ന എന്റെ ബ്രെയിൻ, എന്റെ മസ്തിഷ്കമായിരിക്കാം. ഒരു പക്ഷേ ഞാൻ അത് സിഗരറ്റ് വലിക്കുകയും കള്ളു കുടിക്കുകയും ചെയ്യുന്ന അത് എന്റെ ലിപ്സ് ആയിരിക്കാം, അത് എന്റെ ചിറികളായിരിക്കാം. അങ്ങനെ മുറിയപ്പെട്ട ഓരോന്നും കാണുക, എനിക്ക് വേണ്ടി മുറിയപ്പെട്ടവൻ, എനിക്ക് വേണ്ടി രക്തം ചിന്തവൻ, സഹിച്ചവൻ. അപ്പോൾ അതിലേക്കെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ സൗഖ്യം കിട്ടും, ശക്തി കിട്ടും, ഒരു പുതിയ ജീവിതം കിട്ടും, ഉണർവ് കിട്ടും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ നിങ്ങളുമായിട്ട് എനിക്ക് ഇങ്ങനെ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അപ്പോൾ ശക്തിയാ, സങ്കടമില്ല. അത് യേശുക്രിസ്തുവിനുള്ള സഹനം എന്ന് പറഞ്ഞാൽ അതൊരു ബലിയാ, അത് വലിയ അനുഭവമാണ് മക്കളെ. എന്നാൽ യേശുവില്ല സഹിച്ചാലോ ശാപമാ, എപ്പോഴും രാകും. ദൈവമേ ഇതെന്താ സംഭവിച്ചു, ഇങ്ങനെ വരും, എന്നെ ഉപേക്ഷിച്ചോ കർത്താവേ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനത്തിന്റെ 11 അധ്യായത്തിൽ അത് പൗലോസ്ലീഹ ഇത് ഈ ഉദ്ധരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഏലിയായെ പറ്റി. ആ ഏലിയായുടെ കാലത്തെന്ന പോലെ ആയിരുന്നു ആ സഭയുടെ 1-ാം നൂറ്റാണ്ട്. ആരുടെ പിടിച്ചുകൊണ്ട് പോവുക, കൊല്ലുക, തലവെട്ടുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ലേ, ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് 70 പേരെ പള്ളി വെച്ച് തലവെട്ടിയെന്ന്, 100 പെണ്ണുങ്ങളെ അവിടെ വെച്ച് റേപ്പ് ചെയ്തു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെ കേട്ടില്ലേ. അതുപോലെ എത്രയോ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾ വധിക്കപ്പെടുന്നു, ദാരുണമായി പീഡിപ്പിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇത് തുടരുകയാണ് ആദ്യത്തെ കാലത്തെ പോലെ. പലരും ഓർക്കും എന്തുകൊണ്ട് ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഈ കുരാശൊക്കെ സ്വീകരിച്ച് പള്ളിയിലും പോകുന്നു, കൊണ്ടേയും ചെല്ലുന്നു, എന്തുകൊണ്ട് ഈ സഹനം തരുന്നു, ആരും ചോദിച്ചു പോകും ന്യായമായിട്ട്. ഇത് തന്നെയാണ് പൗലോസിന്റെ കാലത്തും ആളുകൾ മാമോദീസ സ്വീകരിച്ച ആദിമ ക്രൈസ്തവർ ചോദിച്ചതും. അപ്പോഴാണ് പറഞ്ഞത് താൻ തെരഞ്ഞെടുക്കവരെ കൈവിടിയില്ല. അത് പറഞ്ഞിട്ട് പറയുന്ന വളരെ വ്യക്തമായിട്ട് പറയുന്ന ആ ഭാഗം നിങ്ങൾ ധ്യാനിക്കണം. അതായത് ആ ഏലിയ പ്രവാചകനെ പറ്റി തന്നെയാണ് അത് പൗലോസ്ലീഹ അവിടെ അത് പറഞ്ഞത്. 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ വചനങ്ങൾ അതായത് വായിക്കുകയാണ്. അത് ബാലിന് മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലും ഉണ്ട്. ഈശോ ഇവരെല്ലാം ഭരിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, ഒക്കെ സംഭവിച്ചോട്ടെ. പക്ഷേ ഈശോയ്ക്ക് വേണ്ടിയുള്ളവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാറോട് ചേർത്ത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി വച്ചിട്ടുണ്ട്. കർത്താവിന്റെ വചനം പൗലോസിലൂടെ പറഞ്ഞു. ഇന്ന് അതിനുശേഷം ഇപ്പോൾ 2025 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും നടക്കുകയാണ്. അപ്പോൾ ഇന്നും യേശു ജീവിക്കുന്നു, യേശുവിന്റെ വചനം ഇന്നും ജീവിക്കുന്നു. ഈശോ നമ്മൾ നോക്കി പറയുകയാണ്, പ്രിയമുള്ളവരെ, അതെ, ബാലന്റെ മുമ്പിൽ തലകുനിക്കരുത്. ബാലെന്താണ്? പിശാചാണ്. പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവരാണ്. 1 യോഹന്നാൻ 3:8 നിങ്ങൾക്കറിയാം. ഇന്ന് ഏറെ പാപം വരുന്നതാണ്, ദൈവത്തിലുള്ള ആശ്രയമോ ഇല്ല, ദൈവത്തെ വേണ്ട എന്ന് എത്ര പേരെ സഭ വിട്ടുപോയിരിക്കുന്നത്, കുരാശ വിട്ടുപോയിരിക്കുന്നത്, ഈശോയെ വിട്ടുപോയിരിക്കുന്നത്. കണ്ടുപിടിക്കുന്ന കുറ്റം എന്താണ്? സഭയിലെ അല്ല, സഭയ്ക്കൊരു കുറ്റവുമില്ല. സഭ യേശുവിന്റെ ശരീരമാണ്. കുറ്റം ആ സഭയിലുള്ളവരാണ്. മെത്രാനായിരിക്കാം, അച്ഛനായിരിക്കാം, കന്യാസിയായിരിക്കാം. അവരെ കുറ്റപ്പെടുത്തിക്കോ, സാരമില്ല. സഭയെ ഒരിക്കലും എന്റെ മക്കളെ കുറ്റപ്പെടുത്തരുത്. സഭ ഈശോയുടെ ശരീരമാണ്, അതെന്നും പരിശുദ്ധമാണ്. ആ പരിശുദ്ധ സഭയിലാണ് അത് യഥാർത്ഥത്തിൽ ഈ മാറ്റി നിർത്തപ്പെട്ട 7000 പേര്. നെഞ്ചത്ത് കൈവച്ച് തന്നോട് തന്നെ ഓരോരുത്തരും ചോദിക്കട്ടെ, ഞാൻ 7000 പെടുമോ എന്ന്. പെടണം. അതിനായിരിക്കട്ടെ ഈ നോയമ്പുകാലം നിങ്ങൾ ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും. പലതും ഉപേക്ഷിക്കേണ്ടി വരും. അത് ബാൽ എന്ന് പറയുന്ന ഒരു പക്ഷേ എന്റെ കയ്യിലെ കമ്പ്യൂട്ടർ ആയിരിക്കാം, ഞാൻ ഒരു പക്ഷേ കമ്പ്യൂട്ടറിലെ എന്റെ ഗൂഗിൾ ആയിരിക്കാം, ഇന്നത്തെ അത് കൃത്രിമ ബുദ്ധി ആയിരിക്കാം.
ഒരു വിഷയം ഇന്ന് എനിക്ക് ദൈവം വേണ്ട, ഇതൊക്കെ മതി, ദൈവത്തെപ്പോലെ ഞാൻ ആരാധിക്കുന്നത് എന്റെ തലണക്കീടെ വെച്ചുകൊണ്ട് പോലും എന്റെ മൊബൈൽ ഫോൺ ആയിരിക്കാം. ഇങ്ങനെ നമ്മൾ ഒരു വശങ്ങൾ ശപിക്കപ്പെട്ടവരായി തീർന്ന് കാണും. ജെറമ്യാ 17:5 പറയുന്ന പോലെ മനുഷ്യനിലും മനുഷ്യ കൃതികളിലും മനുഷ്യന്റെ സൃഷ്ടിവസ്തുക്കളിലും ആശ്രയം വെച്ചിരിക്കുന്നവർ ശപിക്കപ്പെട്ടവരെന്ന്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ കൂടുതൽ വിശ്വാസം ആഴപ്പെടാം. നമ്മുടെ വിശ്വാസത്തിൽ പുറമേയുള്ള കുറെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അല്ലാതെ, ഈ പെരുന്നാളും ചെണ്ടകൊട്ടും ഇതൊന്നും അല്ലാതെ ആഴത്തിലേക്ക് നമ്മൾ വസിക്കുന്ന ഈശോനെ കാണാം. ആ ഈശോയോട് കൂടിയാണ് എന്ന് നമുക്ക് ബോധ്യം വരുത്താം. അതിനുവേണ്ടി ഒരു പക്ഷേ ഒരു മുഴങ്ങുമ്പസാര ആവശ്യമായിരിക്കാം. ചില ആളുകളുമായിട്ട് രമ്യപ്പെടണമായിരിക്കാം. അവരുടെ ആന്തരിക സൗഖ്യം ആവശ്യമായിരിക്കാം. ഒരു പക്ഷേ നല്ല ധ്യാനത്തിന് പോയി കൂടുന്ന നല്ലതായിരിക്കാം. ഞാനിത് പറയുന്നത് അതിനല്ല. അനുദിനം ഈ 40 ദിവസം ഈ നോയമ്പ് കാലം കുറേ സമയം താബോറിലേക്ക് വരിക. നിങ്ങളുടെ പ്രത്യാശ ശക്തിപ്പെടുത്തുക. നിരാശപ്പെടരുത്. കർത്താവിന്റെ സ്വരം കേൾക്കാം. മോനെ, നിനക്ക് കടമുണ്ട്. നിന്റെ മക്കൾ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു പോയി. അടുത്തവരെയും കേട്ടല്ലോ ആത്മഹത്യകളെ പറ്റിയൊക്കെ. അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിപ്പോയി, പള്ളി പോകുന്നില്ല മക്കൾ. ഇങ്ങനെയൊക്കെ ഒത്തിരി പരാതികളെല്ലാം കാണും. അതെല്ലാം ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് നിന്റെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കൂ. നിനക്ക് അവനുള്ള സ്നേഹം ഉറപ്പിക്കൂ. എന്താണ് ആ സ്നേഹം? എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. ദൈവത്തിന്റെ ഏറ്റവും വലിയ കൽപ്പന നമുക്കറിയാം, പരസ്പരം സ്നേഹിക്കുക. ആരോടെങ്കിലും രോഷമോ വിദ്വേഷമോ അകൽച്ചയോ എല്ലാം മാറ്റാം. എന്നിട്ട് ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആഴപ്പെടാം. ആ സ്നേഹം പരിശുദ്ധാത്മാവാണ് തരുന്നത്. നമ്മൾ വായിക്കുന്നില്ലേ റോമ 5:5, ആത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു. മക്കളെ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു കുരിശുരൂപം കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് ധ്യാനിക്കുക. എന്നിട്ട് ആത്മന ഞാൻ പറഞ്ഞ പോലെ താബോറിൽ കടന്നു വരിക. ഇല്ല എങ്കിൽ ഗാഗുൽത്തായി കടന്നു വരിക. അല്ല ഗെത്സമനിലേക്ക് പോവുക. ഓരോ ദിവസവും അങ്ങനെ ഒത്തിരി ആഴത്തിൽ ഒന്ന് വളരാൻ നോക്കൂ. ആഴമായി പ്രാർത്ഥിക്കൂ. നിങ്ങളെന്നും പള്ളിയിൽ പോകും, കുർബാന കൈക്കൊണ്ടേക്ക്. ആ കുർബാനയുടെ അർത്ഥം തന്നെ ഇതെന്റെ ശരീരമാകുന്നു, എന്റെ രക്തമാകുന്നു. ദൈവമേ, അവിടെ ആ വസ്തുഭേദം വരുന്നു. അപ്പം പിന്നെ ഇല്ല, ആ വീഞ്ഞ് പിന്നെ ഇല്ല. അത് ഈശോയുടെ ശരീരവും രക്തവും. ദൈവമേ, ആരെല്ലാം ഈശോയെ തൊടുകയും മുത്തുകയും പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു 2000 കൊല്ലം മുമ്പ് ആ യൂദയ രാജ്യത്ത്, പാലസ്തീൻ രാജ്യത്ത്, ആ ഈശോ തന്നെ. ആ ബോധ്യങ്ങളിലേക്ക് കടന്നു വരാം മക്കളെ. അതുപോലെ സഭ ഞാനാണ്, എന്റെ ശരീരം സഭയുടെ ഒരു ഭാഗമാണ്, ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഞാൻ ജീവിക്കുന്ന ദേവാലയമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പുറമെ ഉള്ളതിന്റെ പേരിലുള്ള വഴക്കും ശണ്ടയെല്ലാം മാറ്റി നിർത്തി ശാന്തമായി ഈശോ വിളിക്കുകയാണ്. വരൂ, ഏകാന്തതയിലേക്ക് വന്ന് അല്പസമയം ശാന്തമാവൂ. ഒരു വിജന സ്ഥലത്തേക്ക് വരൂ, വിശ്രമിക്കാം. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കർത്താവേ, ഞാൻ ഏതൊക്കെയോ കാര്യങ്ങളിൽ നിന്ന് ഹരയിത്തീന്ന് മക്കളുമായി ഈ നോയമ്പ് ആരംഭിക്കുന്ന കാലത്ത് പങ്കുവച്ചു. ഏതെങ്കിലും ചിന്താശകലങ്ങൾ മനസ്സിനെ തട്ടിക്കണമേ. ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ മക്കളോടാണ് പറഞ്ഞത്. ഈ കേൾക്കുന്ന പലരും എന്റെ മക്കളാണ്. എന്റെ പ്രാർത്ഥനയിലൂടെ, എന്റെ പുസ്തകങ്ങൾ വായിച്ചതിലൂടെ, എന്റെ ധ്യാനം കൂടിയതിലൂടെ, എന്റെ വീഡിയോ കേട്ടതിന്റെ ഫലമായി എന്റെ മക്കളായി തീർന്നവരെയാണ് ഞാനിപ്പോൾ മനസ്സിൽ കാണുന്നത്. പക്ഷെ അല്ലാത്തവരും ഇത് കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും നല്ലൊരു നോയമ്പ് നടത്തുവാൻ അനുഗ്രഹിക്കണമേ. ഇറച്ചിവേലക്ക് മാത്രമായി, അല്ലെങ്കിൽ മീൻ തിന്നാതിരുന്നിട്ട് അതൊന്നും അല്ല, അതിലാഴമായി കടന്നു വന്ന് സ്നേഹത്തിന്റെ കൽപ്പന യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ കണ്ണും നട്ട് തലപടിയിൽ ഒടിഞ്ഞ് മ്ലാനമുഖമായിട്ടിരിക്കുന്ന അല്ല ഉപവാസം. പിന്നെയോ ഉപവാസം എന്നാൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണ്. വിധവകളെ സഹായിക്കുക, അനാഥരെ സഹായിക്കുക, അവരെ സ്നേഹിക്കുക. അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതാണ് യഥാർത്ഥ ഉപവാസമെന്ന്. അതിന്റെ അർത്ഥം ആഴമായി മനസ്സിലാക്കാൻ ഈ മക്കളെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. ഇന്നും ഞാൻ കേരളത്തിൽ കാണുന്നതാണ് നോയമ്പെന്ന് പറയുമ്പോൾ പാല് നിർത്തും, മോര് നിർത്തും, തൈര് നിർത്തും, ഇറച്ചി നിർത്തും. ഇന്നത്തെ നോയമ്പാണ്. അപ്പൊ ജീവിതം പഴയ പോലെ തുടരുന്നു. ആ വൈരാഗ്യവും രോഷവും എല്ലാം. കന്യാസികളാണെങ്കിൽ അധികാരികളോട് പിണക്കം, പരസ്പരം പിണക്കം, ഭാര്യഭർത്താക്കന്മാരുടെ പിണക്കം, വർഷങ്ങളായി കിടക്കുന്നതാണെങ്കിലും പഴക്കോട് കളയാ വെച്ചുകൊണ്ടിരിക്കാതെ ശവത്തെ കുത്തുന്ന പോലെ വീണ്ടും കുത്തി അരിശവും ദേഷ്യവും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നോയമ്പെടുത്തു എന്ന് പറയുന്നു. ഈശോ അങ്ങനെ നോയമ്പെടുക്കാതെ ആഴമായിട്ട് ദൈവകൃപയിലായിത്തീരുവാൻ, കൃപയിലായിരിക്കുന്നവരെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ കർത്താവേ.
ആദിമ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ശക്തമായ അവശിഷ്ട ഭാഗത്തെ അങ്ങ് മാറ്റി നിർത്തി. ഇന്നും കർത്താവ് അപ്രകാരമുള്ള ഒരു അവശിഷ്ട ഭാഗത്തെ മാറ്റി നിർത്തി ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും ഈ നല്ല ഒരു നോയമ്പുകാലം ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ പരിവർത്തനത്തിന്റെ, ദൈവകൃപയുടെ, ആശ്വാസത്തിന്റെ, സൗഖ്യത്തിന്റെയും ദിനങ്ങളായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തിൽ ചോരയും നീരുമൊഴുകുന്ന ആ ചങ്കിലേക്ക് അർപ്പിക്കുന്നു. മാതാവിന്റെ സഹായത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പുരോഹിതനായ ഞാൻ ലോകത്തുള്ള എല്ലാ പുരോഹിതരോടും ചേർന്നുകൊണ്ട്, സ്വർഗത്തിലുള്ള പുണ്യവാന്മാരോടും ചേർന്ന്, പ്രത്യേകിച്ച് അമ്മയോടും ചേർന്ന് ഞാൻ നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നല്ല നോയമ്പുകാലം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നോയമ്പുകാലം, കൃപ നിറഞ്ഞ നോയമ്പുകാലം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു നോയമ്പുകാലം ഞാൻ ആശംസിക്കുന്നു. വീണ്ടും ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും പിന്നീട്.